Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Karan channel. Premier League fixtures are announced and Chelsea face Manchester City at home at the opening weekend. August 11-18 എന്തായാലും ഫുൾ ഫിക്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമ്മൾ നേരിടുന്നത്. പിന്നെ ബുൾസ് ഉണ്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, അങ്ങനെ പല പല ടീമുകളും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ 3 മത്സരം വീതം, നവംബറിൽ 4, ഡിസംബറിൽ 6, പിന്നെ 3, 4 അങ്ങനെയാണ് ടിപ്പിക്കലി പോകുന്നത്. ഡിസംബറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പറ്റുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്, പിന്നെ FA കപ്പ്, പിന്നെ നമ്മുടെ കോൺഫറൻസ് ലീഗ്, പിന്നെ കാർബാവോ കപ്പ്. അപ്പൊ ഇതിനിടെ കപ്പ് ഗെയിംസ് ഒക്കെ ഒരുപാട് വരും. നമുക്ക് ഈ ഇതില് കോൺഫറൻസ് ലീഗിലേക്ക് നമുക്ക് പ്ലേ ഓഫ് കളിക്കണം. നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല. ആ പ്ലേ ഓഫും കൂടെ ഓഗസ്റ്റിൽ വരും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് ഈ ഒരു സീസൺ നോക്കാൻ നേരത്ത്. ഒരുപാട് മത്സരങ്ങളുണ്ട്. എന്റെ പൊന്നാളി, ഇവരൊക്കെ കളിച്ച് ഒരു പരുവത്തിലാവുമല്ലോ. നമുക്ക് അങ്ങനെ നോക്കാൻ നേരത്ത് നല്ല സ്ക്വാഡ് ഡെപ്ത് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇഞ്ചുറി ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് കുറെ പ്ലേയേഴ്സ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഇൻ അഡീഷൻ ഒലീസെ വന്നു കഴിഞ്ഞാലും നമുക്ക് കളിക്കാനായിട്ട് ഇഷ്ടംമാതിരി പൊസിഷൻ ഉണ്ടാവുള്ളൂ എന്തെന്നാലും ടീമിൽ നോക്കാൻ നേരത്ത്. എനിവേ, ട്രാൻസ്ഫേഴ്സ് വേറെ. ബട്ട് വീണ്ടും ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റ്. ഓഗസ്റ്റിൽ കളി തുടങ്ങിയാണ്. ഇനിയിപ്പോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 1.5 മാസം കൂടെ, യൂറോ ഒക്കെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ലീഗ്, അടുത്ത മത്സരം സീസൺ തുടങ്ങാം. കഴിഞ്ഞ സീസൺ ആരായിരുന്നു? ജാക്സൺ ആയിരുന്നു. ഇപ്രാവശ്യം ആരെയായിരിക്കും ഇട്ട് പൊതിക്കാൻ പറ്റിയത്? ഓരോ സീസൺ നമുക്ക് ഓരോരുത്തരെയൊക്കെ നമുക്ക് തരും. ഇപ്രാവശ്യം എന്തായിരിക്കും? മെറസ്ക എങ്ങനെയാണ് ടീമിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്? മെറസ്കനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി കൂടുതൽ പുള്ളിക്കാരനെ കുറിച്ച് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. ബട്ട് it will be an exciting season. And the expectation is nothing less than top 3. You have Manchester City, Arsenal and Liverpool. Liverpool ആണ് ടോപ്പ് 4ലേക്ക് പിന്നെയുള്ളൊരു കണ്ടൻഡർ. പക്ഷെ അവിടെ ആർനെ സ്ലോട്ട് ആൻഡ് അവിടെ സ്ക്വാഡിൽ ചെറിയ ചാലഞ്ചസുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാം. ലിവർപൂൾ നീഡ് എ പ്രോപ്പർ നമ്പർ 6. യെസ്. പിന്നെ മെറസ്കയാണ് മറ്റേ ആർനെ സ്ലോട്ടിന്റെ സിസ്റ്റവും. അറ്റ്ലീസ്റ്റ് ലിവർപൂൾ ഇസ് ബെറ്റർ പ്ലേസ്. സത്യം പറഞ്ഞു ചെൽസിനെക്കാളും ബെറ്റർ പ്ലേസ് ആണ് ലിവർപൂൾ. ബട്ട് ഐ വോണ്ട്, എന്നെ സംബന്ധിച്ച് എക്സ്പെക്ടേഷൻ ടോപ്പ് 3. ഇതിപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് 3 അല്ല, ടോപ്പ് 6 തന്നെ കയറും എന്നുള്ള ഒരു ചോദ്യമുണ്ട് മനസ്സിൽ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രീമിയർ ലീഗിൽ ഇപ്രാവശ്യം അങ്ങനെ കട്ടയ്ക്ക് നടക്കാൻ പറ്റിയ ആസ്റ്റൺ വില്ല, യെസ്. പക്ഷെ അവരുടെ ആ ഫോം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മേജർ സ്ക്വാഡ് റീബിൽഡിങ്ങിന്റെ ആവശ്യമുള്ള ഒരു ടീമാണ്. അവിടെ there are lot of issues ആ സ്ക്വാഡ് in terms of squad rebuilding. അപ്പൊ അതെന്ത് നടക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡെഫിനറ്റ്ലി ഒരു സീസൺ സ്ട്രഗിൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രിസ്റ്റൽ പാലസ് വിൽ ബി എ സർപ്രൈസ്. ഒലീസിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിന് എന്ത് നേരിടാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. കാരണം യു ഹാവ് ഗ്ലാസ്നർ there as a coach. ഇൻട്രസ്റ്റിംഗ്. കുറച്ചും കൂടെ കട്ടിയായിരിക്കും പ്രാവശ്യത്തേക്ക്. ലെസ്റ്റർ സിറ്റി they are anyway a പ്രീമിയർ ലീഗ് ടീം. അപ്പൊ അവരെന്തായാലും ടോപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കും. വീക്ക്നെസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൗത്ത് ആയിരിക്കണം. ഇപ്സ്വിച്ച് ടൗൺ ഉണ്ട്. ഇപ്സ്വിച്ച് ടൗണിന്റെ മെക്കന്നയുടെ പെർഫോമൻസ് കാണാൻ കുറച്ച് എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ എങ്ങനെ പ്രീമിയർ ലീഗ് ആയിട്ട് അഡാപ്റ്റ് ആവുമെന്ന് കണ്ടറിയണം. ബിക്കോസ് ബേൺലി വിൻസെന്റ് കമ്പനിയുടെ തകർത്ത് കയറി വന്നിട്ട് അതേ തകർത്ത് തിരിച്ചുവിട്ട് പുള്ളിക്കാരൻ ബയർ മ്യൂണിക്കിലേക്ക് പോയൊരു ടീമാണ്. സോ പ്രീമിയർ ലീഗ് ഇസ് എക്സൈറ്റിംഗ് ദിസ് ടൈം. വെരി ഇൻട്രസ്റ്റിംഗ്. ചെൽസി, വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻസ്? നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്താണ്? വെരി യു വാണ്ട് ചെൽസി ടു ഫിനിഷ്? തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. Signing off, SK from Chelsea Karan.